PSC PYQയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഞാൻ കോച്ചിങ് ഇല്ലാതെ എങ്ങനെ വീട്ടിലിരുന്ന് പഠിച്ചെന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും കോച്ചിങ്ങിന് പോകാനായിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവർക്കൊന്നും കോച്ചിങ്ങിന് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ കോച്ചിങ്ങിന് പോകാതെ എൻ്റെ മാർക്ക് ഞാൻ എങ്ങനെ പഠിച്ചുയർത്തിയെന്നാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചായിരിക്കും PSC പഠനത്തിലോട്ട് ഇറങ്ങുന്നത്. പക്ഷേ നമുക്ക് അത് വേണ്ട വിധത്തിൽ നമുക്ക് റിസൾട്ട് ഒന്നും കിട്ടാറില്ല. നമ്മൾ ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞ് എല്ലാവരും ഒക്കെ അറിഞ്ഞ് ക്ലാസ്സിന് പോയാലും നമ്മൾ വർഷങ്ങളോളം പഠിച്ചാൽ പോലും നമുക്ക് ചിലപ്പോൾ ലിസ്റ്റിൽ വന്നാൽ പോലും നമുക്ക് ജോലി കിട്ടാതിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് ആ PSC പഠനത്തിൻ്റെ സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ട് നമ്മുടെ മാർക്ക് ഒരു 20ൽ നിന്നോ ഒരു 60ലോട്ടോ അങ്ങനെയൊക്കെ ഉയർത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ PSC പഠിക്കാൻ തുടങ്ങിയ സമയത്ത് പ്രത്യേകിച്ച് എനിക്ക് GK നല്ല ഇഷ്ടമായിരുന്നു. ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എടുത്തത്, അതുകൊണ്ട് എനിക്ക് GK നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ അതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ അന്ന് പഠിച്ച GKയിൽ നിന്നും എല്ലാത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ അതിലുണ്ട്. നമ്മളിപ്പോൾ സിമ്പിളായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ എന്തായിരിക്കും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കത്തില്ല. കൂടുതൽ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ GK നമുക്ക് എന്തായാലും ഏകദേശം എല്ലാവർക്കും, എനിക്ക് ഇഷ്ടമാണ് GK, പിന്നെ മിക്കവർക്കും നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷെ വേറെ സബ്ജക്ട്സ് ഒക്കെ കുറച്ചുകൂടെയൊക്കെ സയൻസ് ഒക്കെ പഠിച്ചവർക്ക് നേരെ തിരിച്ചായിരിക്കും കേട്ടോ. സയൻസ് ഒക്കെ പഠിച്ചവർക്ക് സയൻസ് സിമ്പിളും ചിലപ്പോൾ GK ഒക്കെ ഇത്തിരി ടഫും ആയിരിക്കും. അപ്പോൾ എൻ്റെ കാര്യം വെച്ച് എനിക്ക് ആദ്യം തൊട്ട് തന്നെ GK നല്ല ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് GK എനിക്ക് ഇതിലോട്ട് ഇറങ്ങിയപ്പോഴും GK പഠിക്കണം ആ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഒരുപാട് GK ടെക്സ്റ്റാണ് അത് മാത്രമാണ് ഞാൻ ഒത്തിരി പഠിച്ചത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പഠിക്കേണ്ട കൂടുതലും എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അതിൽ തന്നെ പഠിച്ചു. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു PSC എക്സാം ആദ്യമായിട്ട് ഞാൻ എഴുതിയ ഒരു PSC എക്സാമിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് GKക്കൊക്കെ നല്ല മാർക്കുണ്ട്. അപ്പോൾ ഞാൻ സപ്ലിയിൽ വന്നായിരുന്നു ആദ്യത്തെ ഒരു എക്സാം എഴുതിയപ്പോൾ. അപ്പോൾ അതിനൊക്കെ GKക്കൊക്കെ എനിക്ക് നല്ല മാർക്കുണ്ട്. പക്ഷെ എനിക്ക് എന്ത് പറ്റി, ഞാൻ നോക്കിയതിൽ നമ്മുടെ മാത്സിനൊന്നും ഒട്ടും മാർക്കില്ല. മാത്സിനൊന്നും എനിക്ക് കുറച്ച് 20ൽ എനിക്ക് 4 5 അങ്ങനെയൊക്കെ മാർക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്കത് മനസ്സിലായി, നമ്മൾ ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം, നമ്മളിപ്പോൾ എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഇഷ്ടമുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ കൂടുതലും. ഇഷ്ടമുള്ള സിനിമയാണെങ്കിൽ നമ്മളൊരു 3 4 5 പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് നമുക്ക് കണ്ടാലും മടുപ്പുണ്ടാകത്തില്ല. പക്ഷേ ഇഷ്ടമില്ലാത്തൊരു സിനിമ നമ്മൾ ഒറ്റ പ്രാവശ്യം കണ്ടാലും പോലും നമുക്ക് ഇനിയിപ്പോൾ ആ സിനിമയെ കാണണ്ട, അതിനെക്കുറിച്ച് ഒന്നും അറിയണ്ട, എങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാനത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. പിന്നെ എൻ്റെ അടുത്ത എക്സാം തൊട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം നമുക്ക് ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ 2 കോളം ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള, അതായത് നമുക്ക് പഠിക്കേണ്ട പെട്ടെന്ന് മനസ്സിലാവേണ്ട സബ്ജക്ട്സ് GK അങ്ങനെ എഴുതി. പക്ഷേ നമുക്ക് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഏതാണ്, മാത്സ് ആണ്. അപ്പോൾ അങ്ങനെ രണ്ടാമത് മാത്സ് എന്ന് എഴുതി വെച്ചിട്ട് ആ മാത്സിൽ ഉള്ള വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് പിന്നെയുള്ള നമ്മുടെ എക്സാം ആയിരിക്കത്തില്ല, പിന്നെ വരുന്ന ഏത് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കി. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിതൊന്നും അറിയത്തില്ല. എല്ലാത്തിൻ്റെയും GK ഞാൻ നന്നായിട്ട് ചെയ്തു പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു 60ൽ ആണെങ്കിൽ എനിക്കൊരു 40 അത്രയൊക്കെ കറണ്ട് അഫയേഴ്സും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് വരുന്നത്. കറണ്ട് അഫയേഴ്സും ഞാൻ ഏകദേശം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഈ GK മാത്സ് മാത്രം എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അതിന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ആദ്യം മാത്സിൻ്റെ ബേസ് തൊട്ട് ഞാൻ നോക്കി. അപ്പോൾ അതിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ആ മാത്സിൻ്റെ ഒരു ചാപ്റ്റർ നമുക്ക് മാത്സിൻ്റെ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏത് സബ്ജക്റ്റിൻ്റെ ആണെങ്കിലും ആ ഒരു ചാപ്റ്റർ എന്തെങ്കിലും, അത് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അതോ ചാപ്റ്ററോ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മൾ ഒരു ദിവസം നമ്മുടെ നിത്യജീവിതമായിട്ട് നമ്മളത് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നമുക്ക് മാത്സ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് എന്തെങ്കിലും വെച്ചൊക്കെ, ഇപ്പോൾ എന്തെങ്കിലും വെച്ച് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ എന്തെങ്കിലും കാര്യങ്ങളോ അല്ല വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളോ നമ്മൾ കടയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഓരോ ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഒത്തിരി ടോപ്പിക്സ്, ഒരു 10-20 ടോപ്പിക്സ് എന്തായാലും ഒരു എക്സാമിന് ഉണ്ടാവും. അപ്പോൾ ഒരു 15 ടോപ്പിക്സ്, അതിൽ ഓരോ ടോപ്പിക്സ് വെച്ചിട്ട്
നമ്മൾ അതെന്ത് ചെയ്യണം, നമ്മളൊന്ന് ആ ഒരു ടോപ്പിക്സ് നമ്മൾ എന്തായാലും അതൊരെണ്ണം ഒരു റാങ്ക് ഫയൽ എടുത്തിട്ടോ, റാങ്ക് ഫയലും അത് നമ്മൾ ബേസ് തുടങ്ങാനായിട്ട് റാങ്ക് ഫയൽ ആയിരിക്കും നല്ലത്. അപ്പോൾ ആ റാങ്ക് ഫയൽ എടുത്തിട്ട് ആ മാത്സിന്റെ എന്തൊക്കെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നു, എങ്ങനെയൊക്കെ രീതിയിലാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഇനി അതിന്റെ ബേസ് തൊട്ട് നമ്മളൊന്ന് നോക്കുക. ബേസ് തൊട്ട് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ആ അതിൻ്റെ തന്നെ PYQ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജിൽ ആ പെർസെൻറ്റേജ് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ആ പെർസെൻറ്റേജിൽ നിന്ന് വരുന്ന PYQ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളത് നോക്കി നമ്മളത് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എല്ലാം കൂടെ നമ്മൾ നോക്കരുത്. അതാണ് രണ്ടാമത്തെ ഞാൻ പറയുന്ന കാര്യങ്ങൾ. നമ്മൾ മാത്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് എല്ലാ ഇതിൻ്റെയും കൂടെ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കരുത്. ഒരു PYQ ആണെങ്കിൽ നമുക്കിപ്പോൾ പെർസെൻറ്റേജ് മാത്രമായിരിക്കത്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സബ്ജക്റ്റ്, വേറെ ഏതെങ്കിലും ടോപ്പിക് അത് മാത്രമായിരിക്കത്തില്ല. നമുക്ക് എല്ലാം ഉണ്ടാവുമല്ലോ അതിൽ. ലാഭവും നഷ്ടവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സമാന ബന്ധങ്ങൾ അങ്ങനെ ഒരുപാടുണ്ടാവുമല്ലോ. നമ്മളത് എല്ലാം കൂടെ ഒരിക്കലും ഒരെണ്ണം ചെയ്യരുത്. നമ്മൾ ആ ടോപ്പിക്ക് മാത്രം എടുത്തിട്ട് ആ ടോപ്പിക്കിന്റെ PYQ നമ്മൾ നോക്കുക. അപ്പൊ ഞാനതാ ചെയ്തത്, ആ ടോപ്പിക്കിന്റെ PYQ എടുത്ത് നോക്കാൻ. നമുക്കറിയാൻ വയ്യാത്തൊരു സബ്ജക്റ്റ് എടുത്തിട്ട് ആ സബ്ജക്റ്റിന്റെ ഫസ്റ്റ് നമുക്ക് ഏതാണ് നമ്മുടെ സിലബസിലുള്ളത് ആ സിലബസിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് അതിന്റെ മാത്രം നമ്മൾ PYQ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും, അതിന് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവും. മൂന്നാമത്തെ ദിവസം കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവും. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ എനിക്ക് GK ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എന്നും GK തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കൂടുതൽ വേറെ സബ്ജക്റ്റിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ലായിരുന്നു. പക്ഷെ പിന്നീടുള്ള എക്സാമിൽ അങ്ങനെയല്ല കേട്ടോ. പിന്നീടുള്ള എക്സാമിലൊക്കെ ഞാൻ മാത്സ് ഏകദേശം ഞാൻ കംപ്ലീറ്റ് ആക്കി തന്നെയാണ് പോയത്. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ വീക്ക് പോയിന്റ്സ്, ഏതൊക്കെയാണ് വീക്ക് ഏരിയാസ്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ പോയത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് PYQന്റെ ഒക്കെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക, മാത്സിന്റെ ഒക്കെ പ്രത്യേകിച്ച്. അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുമ്പോൾ നമുക്കതിൽ നമ്മൾ ടിക്ക് ചെയ്ത് പോവുക. നമുക്ക് ഇപ്പോൾ ഒരു ദിവസം ഒരു 10 ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുക, അടുത്ത ദിവസം അതിന്റെ 10 ക്വസ്റ്റ്യൻസ്. എന്നിട്ട് നമ്മൾ ആ പ്രിന്റ് ഔട്ട് എടുത്തതിന്റെ ഒരു സൈഡിൽ തന്നെ ഇപ്പൊ ചെറുതായിട്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഇതേപോലെ ഒരു ഫയലാക്കി വെക്കുക. നമ്മൾ ആ മാത്സിന്റെ ഒക്കെ എന്തിന്റെ ആണെങ്കിലും പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അതിന്റെ ഒരു ഫയലാക്കിയിട്ട് നമ്മൾ വെക്കുക. ഇപ്പൊ ഏത് ഇതിന്റെ ആണെങ്കിലും ആ ഫയൽ എടുത്ത് വെക്കുമ്പോൾ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പെട്ടെന്ന് പിന്നെ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു ബുക്കുമായിട്ട് പോകുമ്പോൾ ഇത് എവിടെ നിന്നാണ് പഠിച്ചത്, എങ്ങനെയാണ് പഠിച്ചത്, എന്താണ് നമ്മൾ അതിൽ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ഇതേപോലെ നമ്മൾ ഒരു ഫയൽ എടുത്ത് അതിൽ സൂക്ഷിക്കുമ്പോൾ നമുക്കത് നോക്കിയിട്ട് ഇപ്പോൾ PYQ ആണെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ തന്നെ നമുക്ക് അങ്ങോട്ട് എഴുതി വെക്കാം. പിന്നെ എനിക്ക് എന്താണ് അതിന്റെ എളുപ്പ വഴി നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് അത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൂടാതെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഞാൻ ആദ്യം ഇതേപോലെ ബുക്കിലൊക്കെ എഴുതിയത്, ഇതേപോലെ ബുക്സിലൊക്കെ എഴുതി വെച്ചു. ആദ്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് ഇടയ്ക്കുള്ള ഒരു ബുക്സ് ആണ്, അല്ലാതെ ആദ്യമൊക്കെ ഞാനിത് ഫുള്ള് ബുക്സിലാണ് എല്ലാ നോട്ട്സും എഴുതിയത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എക്സാമിനൊക്കെ പോകുമ്പോൾ എനിക്ക് അതത്ര യൂസ്ഫുൾ ആകുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മാത്സ് ഒക്കെ ഞാൻ ചെയ്ത് പഠിച്ച് നമ്മൾ നോക്കി. അതായത് പിന്നെ ഇതേപോലെ നമ്മൾ ഒരു പിന്നെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് പിന്നെ നമ്മുടെ A4 ഷീറ്റിൽ ഇങ്ങനെ എഴുതി വെച്ചപ്പോൾ ഇതുണ്ട്, നമുക്ക് അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് നോക്കി പഠിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് മാത്സിന്റെ ആണ്. മാത്സിന്റെ ഒക്കെ നോക്ക്. ഇതിപ്പോ നമുക്ക് എളുപ്പ വഴി ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എളുപ്പ വഴി നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. പക്ഷെ ഒരു ബുക്കിലാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബുക്കിൽ എഴുതി, അടുത്ത ബുക്കിൽ എഴുതി, അതിന്റെ അടുത്ത ബുക്കിൽ എഴുതി, ഇത് എന്റെ മാത്രം കാര്യമായിട്ടാ. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ നമ്മളത് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരു എക്സാമിനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ എവിടെയാണെന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ഇതേപോലെ A4 ഷീറ്റിലൊക്കെ എഴുതി വെച്ചപ്പോൾ എനിക്കത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് പെട്ടെന്ന് മാർക്ക് ഇമ്പ്രൂവ് ആകാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അതിൻ്റെയൊക്കെ മാർക്ക് ഇമ്പ്രൂവ് ആകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അങ്ങനെ ചെയ്തു വന്നപ്പോൾ മാത്സിൽ എനിക്ക് ഒരു 20ൽ 15 ആ ഒരു റേഞ്ചിൽ എനിക്ക് എത്തി. അപ്പൊ പിന്നെ അങ്ങനെ നമ്മൾ പതുക്കെ ഓരോ സബ്ജക്റ്റും നമ്മൾ ഇമ്പ്രൂവ് ആയി. ഇതേപോലെ എഴുതി വെക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതി വെക്കാം. ബുക്കിൽ ഇപ്പോൾ വലിയ നമ്മൾ ബുക്കുകളൊക്കെ കിട്ടും.
അങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാനിത് എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് പെട്ടെന്ന് ഇമ്പ്രൂവ് ആകാൻ പറ്റിയ കാര്യം ഞാൻ പറഞ്ഞത്. അതായത് പിന്നെ ഒരു PYQ എടുത്ത് നോക്കിയിട്ട് മാത്സിൻ്റെ നമുക്ക് പറ്റാത്ത നമുക്ക് പാടുള്ള കാര്യങ്ങൾ നമുക്ക് ആ സൈഡിലൊന്ന് എഴുതി വെക്കാം. അങ്ങനെ നമുക്ക് പതുക്കെ 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 നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റിനോട് നമുക്കൊരു ഇഷ്ടം തോന്നാം. പിന്നെ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒരു ദിവസം മാത്സ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാവും. അയ്യോ ഇത് ഞാൻ പഠിച്ചില്ലല്ലോ. അപ്പം നമ്മൾ വേണ്ട പഠിക്കാൻ സമയമില്ലെങ്കിൽ നമ്മൾ അത് എടുത്തൊന്ന് നോക്കിയാലും മതി. നമുക്ക് ഏകദേശം അതൊക്കെ നമുക്ക് പിന്നെ നമ്മുടെ മൈൻഡിൽ അത് ഒന്നും പോവത്തില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ നമുക്ക് ഇപ്പം എനിക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റാണ് മാത്സ്. പിന്നെ നിങ്ങൾക്കൊക്കെ വേറെ ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഇതേപോലെ നോക്കാം. നമ്മൾ എഴുതി വെച്ചിട്ട് നമുക്ക് എന്താണോ നമുക്ക് അങ്ങനെ അത് ഓരോ ടോപ്പിക് വൈസ് എടുത്തിട്ട് അതിൻ്റെ PYQ നോക്കിയിട്ട് പിന്നെ നമുക്ക് പാടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകാവുന്ന കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഇവിടെ എഴുതി വെക്കുക. നമുക്കത് പെട്ടെന്ന് ഒരു എക്സാമിൻ്റെ ഒക്കെ മുന്നേ ആകുമ്പോൾ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ പിന്നെ എന്നെ സഹായിച്ചത്. എനിക്കപ്പോൾ പെട്ടെന്ന് നമുക്കൊരു എക്സാം വരുമ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്നൊരു ടെൻഷൻ അടിച്ച് നോക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. നമുക്ക് പെട്ടെന്ന് ഒരുപാട് നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ആകാനായിട്ടൊക്കെ അത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തായാലും നമ്മുടെ കയ്യിൽ എപ്പോഴും കുറച്ച് PYQൻ്റെ PDF എന്തായാലും നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടത് നല്ലതാണ്. കാര്യം നമ്മളൊരു എക്സാമിനൊക്കെ പോകുമ്പോൾ നമ്മൾ അത് ഏത് ഏരിയയിൽ നിന്നാണ് ചോദിക്കുന്നതെന്നൊക്കെ നമ്മളൊരു എക്സാമിന് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആ പ്രിൻ്റ് ഔട്ട് നോക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അല്ലാതെ നമ്മൾ സമഗ്രയെന്നൊക്കെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാനായിട്ടൊക്കെ പ്രിൻ്റ് ഔട്ട് അല്ല ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ടൊക്കെ നമുക്കതൊരു ഒരുപാട് ബുദ്ധിമുട്ട് പെട്ടെന്നൊക്കെ നോക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ നെറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ കാണും. പക്ഷേ ഇതേപോലെ നമ്മൾ ഏതെങ്കിലും കുറച്ച് ഇതെടുത്ത് പ്രിൻ്റ് ഔട്ടായിട്ട് എടുത്ത് എക്സാമിൻ്റെയൊക്കെ കുറച്ച് ഇത് കണ്ടത് ഞാൻ അടയാളപ്പെടുത്തി വെച്ചിരുന്നതാണ്. ഇതിൻ്റെയൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചാൽ നമുക്ക് എന്താണ് വീക്കായിട്ടുള്ള അങ്ങനെയല്ല നമ്മൾ വേറൊരു ഇത് കളറിൽ എഴുതുമ്പോൾ നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ട് നമ്മളത് നോക്കിപ്പോകും എന്തായാലും. അപ്പോൾ അതും നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ആകാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് ഒന്ന് PYQ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. കണ്ടോ, ഓടിച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താ നമ്മുടെ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ തന്നെ ആദ്യം പതിയുന്ന ഈ കളറിലുള്ള ഇതായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ നമുക്ക് കുറച്ച് പാടുള്ള എന്താണോ അത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് പോവുക. അപ്പം നമ്മളിങ്ങനെ എക്സാമിന് പോകുന്നതിന് മുന്നേ നമ്മളിങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഇതൊന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ടിക്കും കൂടെ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് എന്താണ് ഇത് ഞാൻ വെറുതെ ചെയ്യുന്നേ ഇപ്പോൾ ടിക്കും കൂടെ ചെയ്ത് നമുക്ക് പെട്ടെന്ന് നോക്കിപ്പോവാം. അപ്പം നമുക്ക് പാടുള്ള ഏതാണ് എന്താണെന്നും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച PYQ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ബുക്ക് എടുത്തിട്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച ടോപ്പിക്സ്, ഇപ്പോൾ ഒരു സബ്ജക്റ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച ടോപ്പിക്സ് ഉണ്ടാവില്ല. ഇപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി, ഉത്തര മഹാസമതലം, അതൊക്കെ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച ടോപ്പിക്സ് ആണ്. അപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്ന് പിന്നെ എഴുതി വെക്കുക ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച ടോപ്പിക്സ് ഏതാണെന്ന് നമ്മൾ എഴുതി വെക്കുക. പിന്നെ ഇപ്പോൾ ഒരു പരീക്ഷയിൽ തന്നെ ഒരു 2-3 ഒക്കെ മാർക്കിന് അങ്ങനെ വരും. ഒരു ടോപ്പിക്ക് തന്നെ ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു പെണ്ണെടുത്തിട്ട് നമ്മളത് എഴുതി വെക്കണം. ഉത്തര മഹാസമുദ്രമാണെങ്കിൽ ഉത്തര മഹാസമുദ്രത്തിൻ്റെ എഴുതി ഒത്തിരി പ്രാവശ്യം പിന്നെ ആ ടോപ്പിക്കാണ് കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചത്. അപ്പം അതിൽ നിന്ന് വരാവുന്ന PYQ നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ സിമ്പിൾ ടെക്നിക്സ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കൊക്കെ ഇമ്പ്രൂവ് ആക്കാനായിട്ട് പറ്റും. ഇത് എനിക്കാകെ എന്താണ് തുടങ്ങിയപ്പോഴൊക്കെ എനിക്കൊന്നും തീരെ മാർക്ക് കുറവായിരുന്നു. പക്ഷെ എന്താണ് പിന്നീട് നമ്മൾ ഇങ്ങനെയുള്ള എഫക്റ്റീവ് മെത്തേഡ്സ് ഒക്കെ നോക്കിയപ്പോൾ നമുക്കത് ഇമ്പ്രൂവ് ആകാനായിട്ട് പറ്റി. PYQ ചെയ്ത് നോക്കി അതിനുശേഷം അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുന്ന ഏത് ടോപ്പിക്സ് ആണ് അത് നോക്കി അത് എഴുതി വെച്ച് അതിൽ എന്തൊക്കെയാണ് നമ്മുടെ റാങ്ക് ഫയലിൽ കൊടുത്തിരിക്കുന്നത്, നമ്മുടെ SCERT ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. അപ്പം അങ്ങനെയൊക്കെ ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് പറ്റത്തില്ല. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമ്മളത് എന്തായാലും നമ്മുടെ ശീലമാകും. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് നോക്കുക. നമ്മുടെ മാർക്കും നമ്മുടെ റാങ്കും പിന്നെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ വേറൊന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ മെത്തേഡൊക്കെ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയ മെത്തേഡാണ്. നിങ്ങളും അതുപോലെ തന്നെ ചെയ്യണമെന്നല്ല. പക്ഷേ ഞാൻ എൻ്റെ മെത്തേഡുകൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക, അല്ലാത്തത് തള്ളിക്കളയുക, അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ പോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങളുടെ പഠന രീതിയും പഠന വേഗതയും ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഇത്രയൊന്നും ഒരുപാട് പഠിക്കാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ
അതല്ലാതെ വേറെ ഏതെങ്കിലും മെത്തേഡുകളൊക്കെ നോക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഇതേപോലെ അങ്ങനെ നമ്മൾ ചെയ്ത് വെക്കും. എന്നാലും നമ്മൾ പെട്ടെന്ന് ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് നമുക്ക് ഒരു എക്സാം എടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൽ നിന്നൊക്കെ ഒന്ന് നോക്കി അത് ഒന്ന് ഇമ്പ്രൂവ് ആക്കാനൊക്കെ പറ്റും. മാത്സ് ആണെങ്കിലും നമ്മൾ അതേപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സൈഡിലൊന്ന് എഴുതി വെക്കുക. ഒരു PYQ ചെയ്യുന്നതൊക്കെ സൈഡിൽ എഴുതി വെക്കുക. അപ്പം നമ്മുടെ മാർക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഏകദേശം ഒന്ന് നമുക്ക് മനസ്സിലാകും എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എവിടെ നിന്നാണ് അങ്ങനെയൊക്കെ വരുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുക. ഇപ്പോൾ ഇതാ മാത്സിൻ്റെ ഒക്കെ ആണെങ്കിലും എന്താ ഇതെങ്ങനെയാണ്, ഏത് രീതിയാണ്, ഇപ്പോൾ ഇതാ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ഓരോ ചെറിയ ചെറിയ ട്രിക്സുകളാണ് വേണ്ടോ ശരാശരിയൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ആ ട്രിക്സുകൾ നമുക്ക് പറ്റാവുന്ന ട്രിക്സുകൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളത് എഴുതി വെക്കുക. നമ്മൾ എക്സാം പിന്നെ നമ്മളെന്തായാലും ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് പിന്നെ ക്രാക്ക് ചെയ്യാവുന്ന ട്രിക്സുകളൊക്കെ നമ്മൾ എഴുതി വെക്കുക. നമ്മളൊന്ന് ടിക്കിട്ട് പോവുക. അപ്പോൾ നമ്മൾ എക്സാം വരുമ്പോൾ നമുക്ക് എന്തായാലും അത് ഉറപ്പായിട്ടും നല്ലൊരു എഫക്റ്റീവ് മെത്തേഡ് തന്നെ ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് GKയുടെ കാര്യം. GKക്ക് പിന്നെ നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് പിന്നെ ഒരുപാട് നമുക്ക് എന്തായാലും വീണ്ടും 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 നമുക്ക് അത് ഒരിക്കലും പഠിച്ചാൽ തീരത്തില്ല. പുതിയ കാര്യങ്ങളായിരിക്കും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ GKയും കൂടെ നമ്മൾ ഇപ്പോൾ GK പിന്നെ നമുക്കിപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും പതുക്കെ. അപ്പോൾ ഇതെന്തായാലും മാത്സിൻ്റെ കാര്യവും ബാക്കി ഏത് സബ്ജക്റ്റിൻ്റെ കാര്യവും ഞാൻ പറയുകയാണ്. പിന്നെ നമ്മുടെ സൈഡിൽ എഴുതി വെക്കുക. ആദ്യം വീക്ക് സബ്ജക്ട്സ് ഏതാന്ന് നോക്കുക. വീക്ക് സബ്ജക്ട്സിൽ നിന്നും വരുന്ന നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നില്ല. നമ്മൾ ആദ്യം ഓരോ ദിവസവും ഓരോ ചെറിയ ടോപ്പിക്ക് വെച്ച് നോക്കുക. അതിൻ്റെ മാത്രം PYQ ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ പിന്നെ കൂടുതലായിട്ട് വലിയ ടോപ്പിക്സ് നോക്കുക. പിന്നെ നമ്മളൊരു മുഴുവനായിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ട് അതിൽ നിന്നും വരുന്ന ഏതൊക്കെ സബ്ജക്ട്സ് ആണോ അത് സൈഡിൽ എഴുതിയിടുക. അങ്ങനെ നമ്മൾ ഓരോ ഇത് വരുമ്പോൾ നമുക്കത് എന്തായാലും മാർക്ക് നമ്മുടെ ഇമ്പ്രൂവ് ആകും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.